ഹരി ഓം. ഏതേ ചാംശകലാ പുംസഃ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീമദ് ഭാഗവതത്തിലെ വരിയാണ്. ഭഗവാന്റെ പല അവതാരങ്ങളെയും വർണ്ണിച്ച് അവയെല്ലാം തന്നെ അംശാവതാരങ്ങളാണെന്നും എന്നാൽ കൃഷ്ണൻ പരിപൂർണനായ ഭഗവാൻ തന്നെയാണെന്നും ഇവിടെ പറയുന്നു. ഭഗവാന്റെ ലീലകൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഓരോ ലീലയും ഭഗവാന്റെ ഈ പൂർണ്ണതയാണ് വ്യക്തമാക്കുന്നത്. ഭഗവാന്റെ പൂർണ്ണത നന്നായി മനസ്സിലാക്കിയാലേ നമ്മുടെ ഭക്തി ദൃഢപ്പെടും. അപ്പോൾ ഭഗവാന്റെ മഹിമ ചെറിയ ചെറിയ കഥകളിലൂടെ ഭക്തരിലേക്ക് എത്തിക്കുകയാണ് വ്യാസരുടെ ലക്ഷ്യം. ആ പരിപൂർണ മഹിമയെ വ്യക്തമാക്കുന്ന രസകരമായ ഒരു കഥ നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. വളരെ പ്രസിദ്ധമായ കഥയാണ്, എന്നിരുന്നാലും അതൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാൻ അന്ന് 12 വയസ്സാണ്. അദ്ദേഹം കംസവധം കഴിഞ്ഞ് മഥുരാപുരിയുടെ ആധിപത്യം ഉഗ്രസേനന് നൽകി അച്ഛനായ വസുദേവരുടെയും അമ്മയായ ദേവകിയുടെയും കൂടെ ജ്യേഷ്ഠനായ ബലഭദ്രസ്വാമിയോടുകൂടി രസിച്ചു കഴിയുന്ന കാലമാണ്. അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷം, വളരെ ആനന്ദമാണ് മക്കളെ കണ്ടുകൊണ്ട്. ആ സമയത്ത് വസുദേവർക്കൊരു വിചാരമുണ്ടാകുന്നു, ഇവർക്കിപ്പോൾ പക്വതയായിട്ടുണ്ട്, ഇവരുടെ വിദ്യാഭ്യാസം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഇവരുടെ ഉപനയനം നടത്തണം. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഗർഗാചാര്യനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ സമീപിച്ച് കാര്യം അവതരിപ്പിക്കുന്നു. ഗർഗാചാര്യർക്ക് വളരെ സന്തോഷമായി. കാരണം ഈ 2 പേരും ആരാണെന്ന് ഗർഗന് നന്നായി അറിയാം. അദ്ദേഹമാണ് ഇവർക്ക് പേര് നൽകിയത്. ഇവരുടെ പരിപൂർണ വൈഭവം മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം ഇതൊരു മഹത്തായ ദൗത്യമാണെന്ന് കരുതി ഓടി അവിടെ എത്തി 2 പേർക്കും ഉപനയനം നടത്തിക്കൊടുത്തു. എന്നിട്ട് ഗായത്രി മന്ത്ര ദീക്ഷ കൊടുത്തു. സർവജ്ഞന്മാരായ 2 പേരും, എല്ലാം അറിയുന്നവർ, എന്നാൽ ലോകത്തിന് തങ്ങൾ മാതൃകയാകണമെന്ന് കരുതി ശ്രദ്ധയോടുകൂടി ആ മന്ത്രത്തെ സ്വീകരിച്ച് അത് ജപിച്ച് സിദ്ധി വരുത്തി. ആഴത്തിലുള്ള അറിവ് നേടാനുള്ള പക്വത തങ്ങൾക്കുണ്ടായി എന്ന് മാതാപിതാക്കളെ ബോധിപ്പിച്ചു. ഇത് ബോധ്യപ്പെട്ടപ്പോൾ അച്ഛൻ, അതായത് വസുദേവര്, നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ചു. അവന്തിപുരത്തിൽ കാടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് സാന്ദീപനി എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹമാണ് ഉത്തമനായ ഗുരുവെന്ന് വസുദേവർക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 2 മക്കളെയും അയച്ചു. അവർ ഗുരുവിന് ആവശ്യമായ വിറക്, നെയ്യ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഗുരുകുലത്തിലെത്തി. അതെല്ലാം ഗുരുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് തങ്ങളുടെ കഴിവുകളെല്ലാം ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് വിദ്യ ആർജിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തി, അതിനുള്ള സൽഗുണങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തി വിദ്യ ഗുരുവിനോട് അർത്ഥിച്ചു. അവര് അനുയോജ്യരായ ശിഷ്യരാണെന്ന് ഗുരുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്തോ ഒരു ദിവ്യത്വം അവരിൽ നിന്നും പ്രവഹിക്കുന്നതായി ഗുരുവിന് അനുഭവപ്പെട്ടു. അവരാരാണെന്ന് പരിപൂർണമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എന്തോ 2 ദിവ്യപുരുഷന്മാരാണെന്ന് തോന്നി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശിഷ്യരായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് കുറേശ്ശെ അവർക്ക് വിദ്യ നൽകാൻ തുടങ്ങി. ഗുരുവിനറിയാവുന്നതെല്ലാം അവർക്ക് കൊടുത്തു. അവരത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ തുടങ്ങി. വേദവും വേദാന്തവും വേദാംഗങ്ങളും അതുപോലെ ധർമ്മശാസ്ത്രങ്ങൾ, ദർശനങ്ങൾ, 64 കലകൾ 64 ദിവസം കൊണ്ട് ഭഗവാന്മാർ പഠിച്ചു തീർത്തുവെന്നാണ് ഭാഗവതം പറയുന്നത്. വളരെ പെട്ടെന്ന് ഗുരു ഉപദേശിച്ചാൽ ആ നിമിഷം തന്നെ അത് സ്വായത്തമാക്കി തങ്ങളുടെ വിദ്യയാക്കി മാറ്റുന്നു. ഇത് കണ്ടപ്പോൾ ഗുരുവിന് മനസ്സിലാവാൻ തുടങ്ങി, ഇവർ തങ്ങളിൽ നിന്ന് വിദ്യ ആർജിക്കുകയല്ല, ഇവരിലുള്ള വിദ്യ പ്രകാശിപ്പിക്കുക മാത്രമാണ്. അപ്പോൾ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ജഗദ്ഗുരുക്കന്മാരാണെന്ന് ഗുരുവിന് മനസ്സിലായി. അസാധാരണ വൈഭവം അവർക്കുണ്ടെന്ന് മനസ്സിലായി. കാരണം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. ഈ ഗുരുകുലവാസത്തിനിടയിലാണ് ഇവർ സുദാമാവിനെ പരിചയപ്പെടുന്നതും അദ്ദേഹവുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുന്നതും. ഇത് പക്ഷെ ഇവിടെ പറയുന്നില്ല. ഭാഗവതം അത് പിന്നീട് സുദാമാവിൻ്റെ കഥ പറയുമ്പോഴാണ്, കുചേലവൃത്തം പറയുന്ന സമയത്താണ് അത് പറയുന്നത്. എന്നിരുന്നാലും ഇവിടെയാണ് കുചേലൻ എന്ന് പറയപ്പെടുന്ന ആ ദിവ്യനായ ബ്രാഹ്മണനെ, ആ സുദാമാവിനെ പരിചയപ്പെട്ടതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഗുരുകുലവാസം പൂർണ്ണമായി അവരുടെ വിദ്യ മുഴുവൻ അവർ ആർജിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് 2 പേരും സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഗുരുവിനോട് എന്താണ് ദക്ഷിണയായി തങ്ങൾ നൽകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവരുടെ വൈഭവം നന്നായി മനസ്സിലാക്കിയ ഗുരു അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവരാണ് ഇവർ എന്ന് മനസ്സിലാക്കി അവരോട് പറഞ്ഞു, എൻ്റെ ഒരു മകൻ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് കടലിൽ നഷ്ടപ്പെട്ടു പോയി.
അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയായിരുന്നു ഞാൻ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അനുയോജ്യനായ ഗുരുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്നിൽ നിന്നും ലഭിച്ച വിദ്യ പരിപൂർണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ദക്ഷിണയായി ആ മകനെ തിരിച്ചു കൊണ്ടുവന്ന് തരൂ. സന്തോഷത്തോടു കൂടി ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു രഥത്തിൽ കയറി പ്രഭാസ തീർത്ഥത്തിലേക്ക് ചെന്നു. അവിടെ ഇറങ്ങി ആ കടലിൻ്റെ തീരത്ത് പോയിട്ട് രണ്ടുപേരും ഇരുന്നു, മൗനത്തിലിരുന്നു. ആ ഇരുത്തം തന്നെ മതിയായി സമുദ്രദേവന് മനസ്സിലാവാൻ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന്. അത് മനസ്സിലായ ഉടനെ തന്നെ സമുദ്രദേവൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യങ്ങളായ ഒരുപാട് രത്നങ്ങൾ, സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് രത്നങ്ങളുണ്ടല്ലോ, ആ രത്നങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവർക്ക് കാഴ്ചവെച്ചു. സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. എന്നിട്ട് അവരുടെ മുമ്പിലിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഞാൻ എന്ത് സേവയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇപ്പൊ ഭഗവാന്റെ ആ വൈഭവം വ്യക്തമാക്കുകയാണ് വ്യാസമഹർഷി. സമുദ്രദേവത പോലും ഭഗവാന്റെ മുമ്പിൽ നമിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ പുത്രൻ ഇവിടെ ഈ കടലിലാണ് കാണാതെ ആയത്. അപ്പം അവൻ കടലിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവനെ എനിക്ക് തിരിച്ചു തരൂ. സമുദ്രദേവത കുറച്ചു നേരം ധ്യാനിച്ചു, നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഗുരുവിൻ്റെ പുത്രൻ എൻ്റെ പക്കലില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു അസുരനുണ്ട്. വളരെ ശക്തിശാലിയായ അസുരനാണ്. പഞ്ചജനൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ഒരു സൂക്ഷ്മരൂപം സ്വീകരിച്ച് ഒരു ശംഖിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അവൻ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവനാണ്. അവൻ ഒരു പക്ഷേ ഗുരുവിൻ്റെ പുത്രനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ ഒരു പക്ഷേ ഗുരുപുത്രൻ ലഭിക്കും എന്ന് ഭഗവാനോട് പറഞ്ഞു. എന്നാൽ അത് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ഭഗവാൻ ജലത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ അസുരൻ ഇരിക്കുന്ന ശംഖിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. ആ അസുരനെ വെല്ലുവിളിക്കുന്നു. അസുരൻ ശംഖിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് ഭഗവാനോട് ഘോരഘോര യുദ്ധം നടത്തുന്നു. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അസുരന്. അവസാനം ഭഗവാന്റെ പ്രഹരം കൊണ്ട് അസുരൻ വധിക്കപ്പെടുന്നു. വധിച്ചു കഴിഞ്ഞപ്പോൾ ആ പരിസരം മുഴുവൻ നോക്കി, ആ ശംഖിൻ്റെ അകത്തും സൂക്ഷ്മഭാവത്തിൽ നോക്കി, എവിടെയും ആരുടെയും സാന്നിധ്യമില്ല. അപ്പോൾ ആ കുട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാന് മനസ്സിലായി. ആ ശംഖിനെ ഭഗവാൻ സ്വീകരിച്ചു. തൻ്റെ വിജയത്തിൻ്റെ സൂചനയായി ആ ശംഖിനെ സ്വീകരിച്ചു. പഞ്ചജനന്റെ വാസമുണ്ടായിരുന്ന ശംഖായതുകൊണ്ട് അത് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെട്ടു. ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ശംഖാണത്. ആ പാഞ്ചജന്യം എന്ന ശംഖും പിടിച്ച് ഭഗവാൻ ജലത്തിൻ്റെ പുറത്തേക്ക് വന്ന് തൻ്റെ ജ്യേഷ്ഠനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി കുട്ടി ഇവിടെ ഇല്ല, ഈ ലോകത്തിൽ ഇല്ല എന്നവർക്ക് ബോധ്യമായി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളത് യമന്റെ അടുത്താണ്. സംയമനി എന്നാണ് യമന്റെ പുരത്തിൻ്റെ പേര്. ആ യമപുരത്തിലേക്ക് രണ്ട് സഹോദരന്മാരും നടന്നു. ഭഗവാന്റെ വൈഭവം വീണ്ടും വ്യക്തമാക്കുകയാണ്. അവർക്ക് മരണത്തിൻ്റെ ലോകത്തിലേക്ക്, മൃത്യുലോകത്തിലേക്ക് പോലും സ്വേച്ഛയാ ചെല്ലാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. അപ്പം ഭഗവാന്റെ വൈഭവം എത്രയാണെന്ന് ഭക്തർ ഓർക്കണമെന്ന് വ്യാസർ ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ മൃത്യുലോകത്തിലേക്ക് സ്വേച്ഛയാ ചെന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ പാഞ്ചജന്യത്തെ നന്നായി ഒന്ന് മുഴക്കി. ആ ശബ്ദം കേട്ടപ്പോൾ മൃത്യുലോകത്തിലുള്ള എല്ലാവരും ചാടി എണീറ്റു. സാക്ഷാത് നാരായണൻ തന്നെ തങ്ങളുടെ ധാമത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കി എല്ലാവരും ഓടി വന്നു. ഏറ്റവും മുമ്പിൽ മൃത്യുദേവൻ തന്നെയാണ്, യമൻ തന്നെ ഓടി വരികയാണ്. ഓടി വന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. രണ്ട് സഹോദരന്മാർക്കും നല്ല ആസനങ്ങൾ കൊടുത്തു. അവരുടെ കാല് യമൻ തന്നെ കഴുകി കൊടുത്തു. അവർക്ക് നല്ല ഭോജനങ്ങൾ നൽകി, ജലം കുടിക്കാൻ കൊടുത്തു. ഒരുപാട് ദിവ്യങ്ങളായ വസ്തുക്കൾ, ആ യമപുരിയിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു, നിലത്തിരുന്നു. ഇരുന്നു കൊണ്ട് ഭഗവാനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങിങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ മകൻ കാണാനില്ല. അവൻ അങ്ങയുടെ ലോകത്തുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവനെ വിട്ടുതരിക. യമൻ അന്വേഷിച്ചു. ആ കുട്ടി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഭഗവാന് കൊടുത്തു. ഭഗവാനോടൊരു ചോദ്യവുമില്ല, ഒരു സംശയവും യമനില്ല. ഭഗവാന്റെ ആജ്ഞയാണെങ്കിൽ അത് പരിപൂർണമാണെന്ന് യമൻ അറിയാം. അപ്പം തൻ്റെ വിധേയത്വത്തെ ഇവിടെ കാണിക്കുകയാണ്. യമന് പോലും അതീതനായിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് വ്യാസർ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെയും പിടിച്ച് യമലോകത്തുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ തിരിച്ച് അവന്തിപുരത്തിലേക്ക് വന്നു. ഗുരുകുലത്തിലെത്തി ഗുരുവിന് ആ കുട്ടിയെ കൊടുത്തു. ഗുരുവിന് വളരെയധികം സന്തോഷമായി. രണ്ട് സഹോദരന്മാരെയും കെട്ടിപ്പിടിച്ച് കുറേ നേരം ഗുരു കരഞ്ഞു. അദ്ദേഹത്തിന് കരയുകയല്ലാതെ മറ്റു വഴികളില്ല. ഒന്നും പറയാൻ സാധിക്കുന്നില്ല, വാക്കുകൾ വരുന്നില്ല.
കുറേ നേരം കഴിഞ്ഞപ്പോൾ മനസ്സൊന്ന് ശാന്തമായപ്പോൾ 2 കുട്ടികളുടെയും ശിരസിൽ കൈവച്ച് അവരെ നന്നായി അനുഗ്രഹിച്ചു. ലോകപ്രശസ്തരായി ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. നിങ്ങൾ സാക്ഷാത് ഭഗവാന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നും അവരോട് പറഞ്ഞു. എന്നിട്ട് കൈകൂപ്പി അവരെ പ്രണമിച്ചു. അപ്പോൾ ഗുരു ഞങ്ങളെ പ്രണമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഗുരുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി അവർ തിരിച്ച് അവരുടെ പുരിയിലേക്ക് പോയി. ഇതാണ് കഥ. ഇവിടെ ഭഗവാന്റെ വൈഭവം അതിൻ്റെ പരിപൂർണതയിൽ നമുക്ക് മുമ്പിൽ വ്യാസർ അവതരിപ്പിച്ചിരിക്കുന്നു. മൃത്യുദേവൻ പോലും ഭഗവാന് വശഗതനാണ്. കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥഃ എന്ന് ഈശ്വരഭാവത്തിന് നിർവചനമായി പറയും. ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും ശേഷിയുള്ളവൻ. ഇവിടെ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലത്തെ പോലും നിരാകരിക്കാൻ ഭഗവാന്റെ ദയയ്ക്ക് സാധിക്കും, ഭഗവാന്റെ ഇച്ഛയ്ക്ക് സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഈശത്വം അതിൽ നിന്നും ഭക്തർ മനസ്സിലാക്കണം. ഭക്തർ ഭഗവാനെ സമീപിക്കുന്നത് പല പ്രശ്നങ്ങളുമായിട്ടാണ്. മനസ്സിൽ പല പ്രശ്നങ്ങളും അലട്ടുമ്പോൾ ഒരു ആശ്രയം എന്ന രീതിയിലാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ പലർക്കും ഒരു സംശയമാണ്, ഭഗവാൻ തങ്ങളെ സഹായിക്കുമോ, അതിനുള്ള ശേഷി ഭഗവാൻ ഉണ്ടോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. അപ്പോൾ എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കാൻ പാടില്ല എന്നൊന്നും അറിയാതെ അവർ പലപ്പോഴും പൂർണ്ണതയില്ലാത്ത ഭക്തിയാണ് ഭഗവാനോട് കാട്ടുന്നത്. എന്നാൽ ഭഗവാനിൽ നമുക്കുണ്ടാകേണ്ടത് പൂർണ്ണ ഭക്തിയും പൂർണ്ണ സമർപ്പണവുമാണ്. ശരണാഗതി എന്നതിൻ്റെ പരിപൂർണ ഭാവം നമുക്കുണ്ടാകണം. ശരണാഗതരെ ഭഗവാൻ രക്ഷിക്കും എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അതിന് ഭഗവാന്റെ ഈശ്വരഭാവം നമുക്ക് വ്യക്തമാകണം. ഭഗവാൻ ഈശ്വരനാണ്. ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും ശേഷിയുള്ളവൻ. കർമ്മഫലത്തെ തന്നെ ദഹിപ്പിച്ച് ഇല്ലാതെയാക്കാൻ ശേഷിയുള്ളവൻ. ഇങ്ങനെ മനസ്സിലാക്കിയാലേ ഭഗവാന്റെ മഹിമ മനസ്സിലാവും. അപ്പോഴേ ശരണാഗതി പൂർണ്ണമാകും. ഭഗവാന്റെ ഭക്തരാണ് തങ്ങൾ എന്നും തങ്ങൾക്കിനി ഒരു ദുരിതവും ഉണ്ടാവുകയില്ലെന്നും ഭഗവാന്റെ ഇച്ഛ നടക്കുമെന്നും മനസ്സിലാക്കി ഭഗവാനിൽ പരിപൂർണ ശരണാഗതി ഉണ്ടായാൽ ഭയം ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ശരണാഗതിയെ, ഭക്തിയെ അഭയം എന്ന് വിളിക്കുന്നത്. ഭയം ഇല്ലാതെയാകും. അപ്പോൾ ഒരുവന് ഭക്തി ഉണ്ടോ എന്ന് അളക്കണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ ഭക്തി പൂർണ്ണമല്ല. ഭക്തി പൂർണ്ണമായാൽ ഭയം തനിയെ ഇല്ലാതെയാകും. കാരണം ഭഗവാൻ സർവശക്തനാണ്, സർവസമർത്ഥനാണ്. ഭഗവാന്റെ വൈഭവം മനസ്സിലാക്കി ഭഗവാനെ നമ്മൾ ശരണാഗതി നേടിയാൽ നമ്മുടെ ഭയം ഇല്ലാതെയാകും, നമുക്ക് അഭയമുണ്ടാകും, ജീവിതം ധന്യമാകും. അപ്പോൾ ഓരോ ഭക്തരും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കേണ്ടത് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഓരോ ലീലയിലും ഭഗവാന്റെ ആ വൈഭവം വ്യാസർ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് നോക്കി മനസ്സിലാക്കി ഉള്ളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കണം. ഭഗവാനോടുള്ള സ്നേഹത്തെയും ആദരത്തെയും വർദ്ധിപ്പിക്കണം. അത് പരിപൂർണതയിലെത്തുമ്പോൾ അഭയം ലഭിക്കും. ഇതിനുള്ള ഭാഗ്യം ആ ജഗദീശ്വരൻ, ആ നാരായണൻ, ആ ഗുരുവായൂരപ്പൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമയെ വ്യക്തമാക്കുന്ന ഈ കഥയെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിയോ.